ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ചയിലെ തുടക്കം ഒരു കഥ ശ്രവിച്ചുകൊണ്ടാണ്. മീര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. അവരുടെ മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞു. അവരുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്നതിനും മറ്റുമായി 10ാം ക്ലാസ്സുകാരുടെ ഒരു കോണ്ടാക്റ്റ് ഡേ സ്കൂളിൽ സംഘടിപ്പിച്ചു. മീരയോട് ടീച്ചർ പറഞ്ഞു, ഇപ്രാവശ്യം നിർബന്ധമായും അച്ഛൻ തന്നെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വരണമെന്ന്. മീര സമ്മതിച്ചു. മീര ഇക്കാര്യം വീട്ടിൽ പോയി പറഞ്ഞു. സത്യത്തിൽ മീര ധർമ്മസങ്കടത്തിലായിരുന്നു. അങ്ങനെ ഈ കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛന് ജോലിയുള്ളതാണ്, വരാൻ പറ്റുകയില്ല എന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ? അപ്പോൾ മീര പറഞ്ഞു, ഞാനതൊക്കെ ടീച്ചറിനോട് പറഞ്ഞു. ടീച്ചർ പറഞ്ഞത് മകളുടെ ഭാവിയാണോ പ്രധാനം, അത് ഒരു ദിവസത്തെ ജോലിയാണോ പ്രധാനമെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു മഴയത്ത് പോലും സ്കൂളിൻ്റെ വരാന്തയിൽ കയറി നിന്നിട്ടില്ല. ടീച്ചർമാരെന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുമോ? ടീച്ചർമാരോട് എന്തെങ്കിലും ചോദിക്കാൻ അറിയാമോ? അതും ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇംഗ്ലീഷിലെങ്ങാനും ചോദിച്ചാൽ നിൻ്റെ അച്ഛൻ വാ തുറന്ന് നിൽക്കുകയേ ഉള്ളൂ. മീര അതിനോട് കൂട്ടിച്ചേർത്തു, ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛനെ കാണുന്നത് കരിയും പുരണ്ട വസ്ത്രത്തോടു കൂടിയാണ്. വായിലാണെങ്കിൽ എപ്പോഴും മുറുക്കാൻ, എന്നിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ താടിയിൽ പതിഞ്ഞിരിക്കുന്നതും കാണാം. ഇങ്ങനെ വൃത്തിയില്ലാതെ ആണ് അച്ഛൻ നടക്കുന്നത്. ഞാൻ എങ്ങനെ എൻ്റെ കൂട്ടുകാരോടും അധ്യാപകരോടും എന്ന് പറഞ്ഞു നിർത്തി. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛനും എന്നടുത്ത് ചെയ്ത വലിയ ചതിയാണ്. എത്ര പ്രാരബ്ധങ്ങളുണ്ടായിരുന്നാലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മനുഷ്യനെ എൻ്റെ തലയിൽ വെക്കരുതായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നിൻ്റെ മാമനെ വിളിച്ച് പറയാം. മാമൻ വരും. മാമൻ വിദേശത്ത് ജോലി ചെയ്തതല്ലേ, അയാൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ സംസാരിക്കാനും അറിയാം. മാമന് ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ കൈകാര്യം ചെയ്യുവാനും അറിയാം. ഇങ്ങനെ അവർ സംഭാഷണം തുടർന്നപ്പോൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് കൃഷ്ണൻകുട്ടി അവിടെ എത്തി. കൃഷ്ണൻകുട്ടി അമ്മയോടും മകളോടും ചോദിച്ചു, മുഖത്ത് കടന്തൽ കുത്തിയതുപോലുണ്ടല്ലോ, എന്തു പറ്റി മോളെ? റിസൾട്ടൊക്കെ കിട്ടിയില്ലേ? നിനക്ക് നല്ല മാർക്കുണ്ടല്ലോ അല്ലേ? അപ്പോൾ മകൾ പറഞ്ഞു, അച്ഛാ അതൊന്നുമല്ല, നാളെ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് കൊടുക്കാനായി അച്ഛൻ തന്നെ വരണമെന്ന് ടീച്ചർമാർ ക്ഷണിക്കുന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ മീരയുടെ അമ്മ പറഞ്ഞു, ഇങ്ങേരെ അവിടെ വന്നിട്ട് എന്തെടുക്കാനാണ്? ടീച്ചർമാർ വല്ലതും ചോദിച്ചാൽ പറയുവാൻ പറ്റുമോ? മാത്രമല്ല, ഭൂമി ഉലുക്കമെന്ന് പറഞ്ഞാൽ പോലും ലീവ് എടുക്കുകയില്ല. മുതലാളിയൊട്ട് ലീവ് കൊടുക്കുകയുമില്ല. ഒരു കാര്യം ചെയ്യാം, എൻ്റെ അനുജൻ ഉണ്ടല്ലോ, അവനെ പറഞ്ഞയക്കാം. നീ അവൻ്റെയും കൂടെ മകളല്ലേ എന്നായി. ഇത് കേട്ട കൃഷ്ണൻകുട്ടി പറഞ്ഞു, അച്ഛനും മോൾക്കും അമ്മയ്ക്കും മകൾക്കും അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അയാൾ തോർത്തുമെടുത്ത് കുളിക്കുവാനായി കിണറ്റിൻ്റെ കരയിലേക്ക് പോയി. പിറ്റേ ദിവസം കോണ്ടാക്റ്റ് ദിവസം ആയിരുന്നു. മാതാപിതാക്കളും കുട്ടികളുമെല്ലാം ഓഡിറ്റോറിയത്തിൽ വന്നു. സ്റ്റേജിൻ്റെ മുകളിൽ പ്രിൻസിപ്പളും മാനേജരും PTA പ്രസിഡൻറ്റും മറ്റ് അധ്യാപകരുമൊക്കെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൾ എല്ലാവരോടുമായി അനൗൺസ് ചെയ്തു, ഇന്ന് കോണ്ടാക്റ്റ് ദിനമാണ്. ഇന്ന് നമ്മൾ ഒരു വിശിഷ്ടാതിഥിയെ ഇവിടെ ആദരിക്കുന്നുണ്ട്. ആ ചടങ്ങും കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോഗ്രസ് കാർഡിൽ ഒപ്പുവെച്ച് അധ്യാപകരുമായി സംസാരിച്ചിട്ട് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞു. എല്ലാവരും ദയവ് ചെയ്ത് ഓഡിറ്റോറിയത്തിനകത്ത് കയറിയിരിക്കുവാനും അദ്ദേഹം അനൗൺസ് ചെയ്തു. അപ്പോഴേക്കും 2 അധ്യാപകരുടെ അകമ്പടിയോടുകൂടി അന്നത്തെ മുഖ്യാതിഥി സ്റ്റേജിലെത്തി. അദ്ദേഹം പ്രിൻസിപ്പളിൻ്റെ അരികിലായി ഉള്ള കസേരയിൽ ഇരുന്നു. വിശിഷ്ടാതിഥിയെ കണ്ട
മീര അക്ഷരാർത്ഥത്തിൽ അത്ഭുതസ്തബ്ധയായി. അവൾ ഒരിക്കൽ കൂടി അവളുടെ കണ്ണ് തിരുമ്മി നോക്കി. അതെ, അത് തൻ്റെ അച്ഛനാണ്. അതെ, അവൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഉടനെ പ്രിൻസിപ്പൽ കിഷൻകുട്ടിയെ അവിടെ ഇരുന്ന സദസ്സിന് പരിചയപ്പെടുത്തി. ഇദ്ദേഹം സാധാരണ മനുഷ്യൻ, വലിയ മനസ്സിൻ്റെ ഉടമ. ഇദ്ദേഹം ഒരു മെക്കാനിക്കാണ്. ഈ സ്കൂളിലെ 2 അനാഥരായ വിദ്യാർത്ഥികളുടെ കഴിഞ്ഞ 5 വർഷമായി അവരുടെ പഠനകാര്യങ്ങളിൽ നോക്കുന്നത് ഇദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ ജീവിത ചിലവുകൾ കുറച്ചുകൊണ്ട് മിച്ചം വെച്ച പൈസ കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അനുകരണീയമാണെന്നും പറഞ്ഞ് പ്രിൻസിപ്പൽ ചടങ്ങിലേക്ക് കടന്നു. നിറഞ്ഞ കരഘോഷത്തോടു കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കിഷൻകുട്ടിയെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് പ്രിൻസിപ്പൽ കിഷൻകുട്ടിയോട് 2 വാക്ക് സംസാരിക്കുവാനായി പറഞ്ഞു. കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രാർത്ഥനയെ പോലെ ആകെ അന്താളിച്ചു പോയ കൃഷ്ണൻകുട്ടിക്ക് പതുക്കെ മൈക്കിനടുത്തേക്ക് നടന്നു. ഉള്ള ധൈര്യമെല്ലാം സംഭരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിനെ ആദ്യമായിട്ടാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അതിന് എന്നെ പ്രാപ്തനാക്കിയ ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു. അതിന് കാരണക്കാരായ എൻ്റെ 2 കുട്ടികളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പഠിക്കാൻ മോശമായതുകൊണ്ടോ പഠിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അല്ല, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ തുടർന്ന് പഠിക്കുവാൻ അനുവദിച്ചില്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. എനിക്ക് താഴോട്ടുള്ള സഹോദരങ്ങളെയും വളർത്തുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി എൻ്റെ അമ്മ വിടുന്ന പെടാപ്പാടുകളെല്ലാം കണ്ടു വളർന്നവനാണ് ഞാൻ. 7ൽ നിന്നും പാസ്സായി 8ാം ക്ലാസ്സിലേക്ക് ചേരാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് അമ്മയെ സഹായിക്കാനായി പശു വളർത്താനും കൃഷിയിലും ഒക്കെ കൂടിയതാണ്. അത് കഴിഞ്ഞുള്ള സമയം ഞാനവിടെ ഒരു വർക്ക്ഷോപ്പിൽ പോയി ഞാനൊരു മെക്കാനിക്കായി. എൻ്റെ സഹോദരങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി സഹോദരിയെ കല്യാണം കഴിച്ച് അയപ്പിക്കാനുമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ തന്നെ താമസിച്ചു. പക്ഷേ എൻ്റെ ഭാര്യ ഒരു ബിരുദധാരിണിയാണ് എന്ന് പറഞ്ഞു എന്ന് കിഷൻകുട്ടി ഗൽഗത ഖണ്ഡത്തോടുകൂടി പറഞ്ഞു. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഈ സ്കൂളിൽ തന്നെ 1ാം ക്ലാസ്സിൽ ചേർപ്പിക്കുവാൻ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ ഭാര്യ ഉള്ളതുകൊണ്ട് അതെല്ലാം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. അന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ വില എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അന്ന് എനിക്കുണ്ടായ ചിന്തയാണ്, സമ്പത്തില്ലാത്തതിനാൽ വിദ്യാഭ്യാസം ഒരു കുട്ടികൾക്കും നഷ്ടപ്പെടരുതെന്ന്. അതിൽ നിന്നാണ് ഞാൻ 2 പേരെ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചതും ഈ എളിയ ശ്രമം നടത്തിയത്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾ പഠിച്ച് നല്ല നിലയിലാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ പഠിച്ച് നല്ല നിലയിലായി കാണുന്നതിന് വേണ്ടി മാതാപിതാക്കൾ ചിലപ്പോൾ മെക്കാനിക്കിൻ്റെയോ മീൻ കച്ചവടക്കാരൻ്റെയോ ആട്ടോ ഡ്രൈവറുടെയോ കൂലിപ്പണിക്കാരൻ്റെയോ എല്ലാം വേഷം കെട്ടും. മക്കൾ പഠിച്ച് വലുതായി ആദ്യത്തെ ശമ്പളം വാങ്ങി അച്ഛനെ കൊണ്ട് നൽകുന്നതിനേക്കാൾ സന്തോഷം അവരുടെ അച്ഛനെ അവർ ചേർത്ത് നിർത്തി അവരുടെ സുഹൃത്തുക്കളോടും അധ്യാപകരോടും മറ്റും ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതിലാണ് അവർക്ക് ആനന്ദം.
ഇത്രയും പറഞ്ഞ് തൻ്റെ പ്രസംഗം കൃഷ്ണൻകുട്ടി അവസാനിപ്പിച്ചു. തൻ്റെ അച്ഛൻ്റെ വലിയ മനസ്സിനെയും കാരുണ്യത്തിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്തയായി മീരയ്ക്ക്. അച്ഛൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഈ ദുഃഖത്തിന് താനും ഒരു കാരണക്കാരിയാണല്ലോ എന്ന് മനസ്സിലാക്കിയ മീര കരയുവാൻ തുടങ്ങി. അവൾ മാവനോട് പറഞ്ഞു, എൻ്റെ പ്രോഗ്രസ് കാർഡും എൻ്റെ അച്ഛൻ തന്നെ ഒപ്പിട്ടാൽ മതി. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി വേദിയിൽ നിന്ന് താഴേക്കിറങ്ങുന്ന അച്ഛൻ്റെ കാലുകളിൽ അവൾ നമസ്കരിച്ചു. അവളെയും മറ്റു കുട്ടികളോടൊപ്പം കൃഷ്ണൻകുട്ടി ചേർത്ത് നിർത്തി. തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്ന് കരിപ്പിടിച്ച ജീവിതങ്ങൾക്ക് മാത്രമേ സഹജീവികളുടെ ദുഃഖവും വിഷമവും മനസ്സിലാകാൻ കഴിയുകയുള്ളൂ. കള്ളനാണയങ്ങൾ ചുറ്റും നിന്ന് അവരെ തമസ്കരിക്കാൻ എത്ര ശ്രമിച്ചാലും കാലം ഒരു നാൾ അവരെ സമൂഹത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളെ കാണുന്നതുവരെ ഞാൻ രാജേഷ് ചീമര വിടവാങ്ങുന്നു. സ്വസ്തി പ്രജാപ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിം മഹിഷ് ഗോബ്രഹ്മണേ ഫ്യൂ സുഖമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.